Class 8, Chapter 2, Yadon ke Jharoke se. Before starting the video, if you want more videos, please write which class, chapter number and chapter name in the comment box. Please like, subscribe and share for more videos, and please like this video if you like it. Class തുടങ്ങാം. मेरा जन्म तमिलनाडु के रामेश्वरम कस्बे में एक तमिल പരിവാർ മേ ഹുവ. എൻ്റെ ജനനം തമിഴ്നാടുവിലെ രാമേശ്വരം എന്ന സ്ഥലത്താണ് ആയത്. മേരെ പിതാ അധിക് പഠേ ലിഖേ നഹി ഥേ. എൻ്റെ അച്ഛൻ അത്ര പഠിച്ചിട്ടൊന്നുമില്ല. വേ ബഹുത് ധൻവാൻ ഭി നഹി ഥേ. അധികം പണമൊന്നും ഉണ്ടായിരുന്നില്ല. പർ ബഹുത് ബുദ്ധിമാൻ ഓർ ഖുലേ വിചാരോക്കെ ഥേ. പക്ഷേ നല്ല ബുദ്ധിയും ഭയങ്കര ഓപ്പൺ മൈൻഡഡും ആയ ആളായിരുന്നു. ഹം സംയുക്ത് പരിവാർ മേ രഹത്തെ ഥേ. ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണ് നമ്മൾ താമസിച്ച്. ഹമാരെ ഘർ മേ ബാഹർ സെ ആനെ വാലോं को का भी താന്ത ലഗാ രഹത്താ താ. താന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുക്ക്, അതായത് ആൾക്കാർ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മേരി മാ ആഷിയമ്മ ഉൻ കെ ലിയെ ഖാന തയ്യാർ കർത്തി थी. എൻ്റെ അമ്മ എല്ലാവർക്കും വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. मेरे माता पिता हमारे समाज में आदर्श दंपति माने जाते थे. എൻ്റെ അച്ഛനമ്മ ഒരു റോൾ മോഡൽ കപ്പിളായിട്ടായിരുന്നു ആ സൊസൈറ്റിയിൽ. मैं परिवार के कई बच्चों में से एक था. ഫാമിലിയിലത്തെ ഒരു കുട്ടി തന്നെയായിരുന്നു. സുന്ദർ മാതാപിതാക്ക സാധാരണ സാധിക്കണേ വാല ബച്ച. നല്ല മാതാപിതാക്കളുടെ, ഭംഗിയുള്ള മാതാപിതാക്കളുടെ ഒരു സാധാരണയായ ഒരു കുട്ടി. ഹം ലോഗ് അപ്നെ പുഷ്തൈനി ഘർ മേ രഹത്തെ ഥേ. ഞങ്ങൾ ഞങ്ങളുടെ ആൻസിസ്ട്രൽ ഹൗസിലാണ്, വീട്ടിലാണ് താമസിച്ചത്. അതായത് ആൻസിസ്ട്രൽ, ഓക്കെ. പുഷ്തൈനി പറയുമ്പോൾ ആൻസിസ്ട്രൽ. यह घर 19वीं शताब्दी में बनाया गया था. ഈ വീട് 19th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ വീടായിരുന്നു. चूने पत्थर और ईंटों से बना यह पक्का और बड़ा घर രാമേശ്വരം की मस्जिद वाली गली में था. ചൂനെ പത്തർ എന്ന് പറയുമ്പോൾ ചുണ്ണാമ്പ് കല്ലും ഇഷ്ടികയൊക്കെ വെച്ച് ഇതൊരു സ്ട്രോങ് വീട് രാമേശ്വരം എന്ന സ്ഥലത്തെ മസ്ജിദ് വാലി ഗലിയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. मेरे पिता को दिखावा पसंद नहीं था, अतः घर में आवश्यक चीज़ें ही होती थी. എൻ്റെ അച്ഛന് ഇങ്ങനെ കാട്ടിക്കൂട്ടലൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് കാരണം എപ്പോഴും ആവശ്യത്തിന് സാധനങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അതായത് വേണ്ട സാധനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആൾക്കാരെ കാണിക്കാനായിട്ടുള്ള ഒരു അതൊന്നും ഉണ്ടായിരുന്നില്ല, ഇഷ്ടമായിരുന്നില്ല. मैं कह सकता हूँ कि मेरा बचपन बेफिक्री और സാദേപ്പൻ മേ ബീത്ത. എനിക്ക് പറയാൻ പറ്റും എൻ്റെ ചൈൽഡ്ഹുഡ് ഒരു ടെൻഷനും ഇല്ലാണ്ട് ഒരു നോർമൽ രീതിയിൽ തന്നെയാണ് പോയത്. मैं प्राय अपनी माँ के साथ ही रसोई में ज़मीन पर बैठकर खाना खाया करता था. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ കിച്ചണിൽ തന്നെ ഇരുന്നിട്ട്, താഴെ ഇരുന്നിട്ട് തന്നെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. वह मेरे सामने केले का पत्ता बिछाती और फिर उस पर चावल और सुगंधित स्वादिष्ट സാമ്പാർ देती. അവർ നമ്മളുടെ നാടൻ സദ്യ പോലെ തന്നെ വാഴയിലയിലൊക്കെ വെച്ച് അതിൽ ചോറും സാമ്പാറൊക്കെ ഇട്ടിട്ടാണ് ഭക്ഷണം ഇവർ കഴിച്ചിരിക്കുന്നത്. साथ में घर का बना अचार और नारियल का ताज़ा चटनी भी होती. അതിൻ്റെ കൂടെ അച്ചാറും തേങ്ങാ ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. रामेश्वरम जिस शिव मंदिर के कारण पूरे देश में प्रसिद्ध है, वह हमारे घर से अधिक दूर नहीं था. രാമേശ്വരത്തെ ശിവൻ്റെ അമ്പലം ഉണ്ടല്ലോ, ഏറ്റവും ഫേമസ് ആയത്, അത് ഞങ്ങളുടെ വീടിൻ്റെ ദൂരത്തല്ല, അതായത് അടുത്ത് തന്നെയായിരുന്നു. 10 മിനിറ്റ് पैदल चल के हम मंदिर तक पहुंच जाते थे. 10 മിനിറ്റ് നടന്നാൽ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തെത്തായിരുന്നു. हमारे आस पास अधिकतर मुस्लिम परिवार रहते थे. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ അധികतर മുസ്ലിം പരിവാർ മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. हमारे इलाके में एक बहुत पुरानी मस्जिद थी जहाँ शाम को नमाज के लिए मेरे पिता मुझे अपने साथ ले जाते थे. ഞങ്ങളുടെ ഏരിയയിൽ തന്നെ ഒരു വലിയ പഴയ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു, മുസ്ലിം പള്ളി. അവിടെ എൻ്റെ അച്ഛൻ എന്നെ എന്നും വൈകുന്നേരം നമാസ് വായിക്കാൻ വേണ്ടി കൊണ്ടുപോകും.
मेरी माँ और दादी घर के बच्चों को सोते समय रामायण के किस्से और पैगंबर मोहम्मद से जुड़ी घटनाएं सुनाती थी. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും മുത്തശ്ശിയും അച്ഛമ്മയും കുട്ടികൾക്ക് ജോയിൻറ്റ് ഫാമിലി ആയിരുന്നല്ലോ. അപ്പോൾ വീട്ടിൽ ഉറങ്ങണ കിടക്കാൻ നേരത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് രാമായൺ കഥകളും പിന്നെ മുഹമ്മദ് നബിയുടെ കഥകളും അവരുടെ ലൈഫിലും അതിലൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചു അതൊക്കെ പറയുമായിരുന്നു. रामेश्वरम मंदिर के प्रमुख पुजारी लक्ष्मण शास्त्री मेरे पिता के अभिन्न मित्र थे. രാമേശ്വരം അമ്പലത്തിലെ പൂജാരി ലക്ഷ്മൺ ശാസ്ത്രി എൻ്റെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. मुझे आज भी याद है वे दोनों अपनी पारंपरिक वेशभूषा में होते थे और अक्सर धार्मिक विषयों पर चर्चाएं करते रहते थे. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവർ രണ്ടാളും ട്രഡീഷണൽ ഡ്രസ്സിലായിരിക്കും എപ്പോഴും. പിന്നെ അക്സർ ധാർമ്മിക് വിഷയവും പർ ചർച്ചയും കർത്തേ ഥേ. ഇവർ എന്താ പറയുക റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്. ഇത് APJ അബ്ദുൽ കലാമിൻ്റെ സ്റ്റോറിയാണ്. അവരെക്കുറിച്ചിട്ടാണ് ഇതൊരു എവിടെ ജനിച്ചു എന്തൊക്കെയായിരുന്നു ജസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറീസും കുറച്ച് അവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് ഈ ലെസണിൽ ഫുൾ ഡിസ്കസ് ചെയ്യണത്. जब मेरे पिता ने लकड़ी की नौकाएं बनाने का काम शुरू किया उस समय मैं 6 साल का था. എൻ്റെ അച്ഛൻ മരം കൊണ്ട് ബോട്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ 6 വയസ്സായിരുന്നു. എനിക്ക് 6 വയസ്സായിരുന്നു. ये नौकाएं तीर्थयात्रियों के को रामेश्वरम से धनुषकोडी तक यात्रा करने के काम आती थी. ഈ ബോട്ടുകളുണ്ടല്ലോ തീർത്ഥാടകർക്ക് രാമേശ്വരം മുതൽ ധനുഷ്കോടിക്ക് വരെയുള്ള യാത്രയ്ക്കുള്ള സൗകര്യത്തിനായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഹമാരേ ഘർ കെ പാസ് ഏക് താലാബ് താ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കുളം അല്ലെങ്കിൽ പുഴ ഉണ്ടായിരുന്നു. കുളമല്ല ഇത് പുഴ. ഉസ്കെ ബീച്ചോ ബീച്ച് രാം തീർത്ത് താ. അതിൻ്റെ നടുക്ക് തന്നെ ഒരു രാം തീർത്ത് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഒരു എന്താ പറയുക കോമ്പൗണ്ട് പറയണ പോലെ അതായിരുന്നു. വഹാ പ്രതിവർഷ് രാം സീത കാ വിവാഹ രചായ ജാത്ത. അവിടെ എല്ലാ വർഷവും രാമൻ്റെയും സീതയുടെയും കല്യാണത്തിൻ്റെ ഒരു നമ്മളിപ്പോൾ സപ്താഹത്തിന് പോകുമ്പോൾ രുക്മിണി സ്വയംവരം പറയണ പോലെ അവിടെയും ഈ ഒരു സ്ഥലത്ത് രാമൻ്റെയും സീതയുടെയും കല്യാണത്തിൻ്റെ ഒരു ആഘോഷം പോലെ അവിടെ നടത്തിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. समारोह स्थल तक श्री राम की मूर्ति ले जाने के लिए हमारे परिवार विशेष प्रकार की नाव बनाता था. ആ ഒരു സ്ഥലത്ത് പുഴയുടെ നടുക്കാണല്ലോ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ ശ്രീരാമൻ്റെ മൂർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വകയായിരുന്നു പ്രത്യേകം അതിന് വേണ്ടിയിട്ട് ബോട്ടൊക്കെ ആ സമയത്ത് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഉസി നാവ് സെ ഭഗവാൻ കി മൂർത്തി രാം തീർത്ത് തക് ലേ ജായി ജാത്തി തി. ആ ഒരു നൗക അല്ലെങ്കിൽ ബോട്ടിലായിരുന്നു ശ്രീരാമൻ്റെ മൂർത്തി അവിടെ വരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. बचपन में मेरे 3 पक्के दोस्त थे, രാമാനന്ദ്, അരവിന്ദൻ और ശിവപ്രകാശൻ. APJ അബ്ദുൽ കലാമിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു രാമാനന്ദ്, അരവിന്ദൻ और ശിവപ്രകാശൻ. രാമാനന്ദ് शिव मंदिर के പൂജാരി ലക്ഷ്മൺ ശാസ്ത്രി ജി കാ പേട്ട ഥ. അച്ഛൻ്റെ ഫ്രണ്ടായ ലക്ഷ്മൺജിയുടെ പുത്രനായിരുന്നു ഈ രാമാനന്ദ്. सभी मुस्लिम बच्चों की तरह मैं भी टोपी पहनकर स्कूल जाता था. മുസ്ലിം കുട്ടികളൊക്കെ ഇപ്പോഴും സ്കൂളിൽ എന്താ പറയുക ബോയ്സിനില്ല ഗേൾസിന് ഷോളൊക്കെ ഇടുന്ന പോലെ ആ സമയത്ത് ഈ തൊപ്പി ഇട്ടിട്ടായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. രാമാനന്ദ് ജനയു പെഹൻകർ ആതാ ഥ. രാമാനന്ദ് എന്താണ് സേക്രഡ് ത്രെഡ് പൂനൂല് പൂജാരിയുടെ കുട്ടിയല്ല അപ്പോൾ പൂനൂലൊക്കെ ഇട്ടിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഹം ദോനോ കക്ഷാമേ സബ്സെ ആഗേക്ക് ബെഞ്ച് പർ ബൈഠത്തെ. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഏറ്റവും മുമ്പിലത്തെ ഫ്രണ്ട് ബെഞ്ചിലായിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. ബഡേ ഹോനെ പർ രാമാനന്ദ് അപ്നെ പിതാ കെ സ്ഥാൻ പർ ഉസി മന്ദിർ കാ പൂജാരി ബനെ. വലുതായപ്പോൾ രാമാനന്ദ് ആയിരുന്നു ലക്ഷ്മൺജി കഴിഞ്ഞിട്ട് അടുത്ത പൂജാരി. अरविंद ने तीर्थयात्रियों को घुमाने के लिए टेम्पो चलाने का कारोबार कर लिया. അരവിന്ദനോ അവിടെ വരുന്ന തീർത്ഥാടകരെ അവിടെ കാണിക്കാനായിട്ട് ചുറ്റും കാണിക്കാനായിട്ട് ടെമ്പോ സർവീസ് ചെയ്യാൻ തുടങ്ങി. ശിവപ്രകാശൻ ദക്ഷിൺ റെയിൽവേ में खान पान का ठेकेदार हो गया. ശിവപ്രകാശനാണെങ്കിൽ സതൻ റെയിൽവേയിലത്തെ ഭക്ഷണ കാര്യത്തിലത്തെ കോൺട്രാക്ടർ ആയി. मेरे विज्ञान के शिक्षक शिव सुब्रमण्य अय्यर मुझे बहुत पसंद करते थे. എൻ്റെ വിജ്ഞാൻ പറയുമ്പോൾ സയൻസിലത്തെ ടീച്ചർ ഉണ്ടല്ലോ ശിവ് സുബ്രഹ്മണ്യ അയ്യർ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക്.
वे कहा करते थे, कलाम मैं तुमसे ऐसा बनना चाहता हूँ कि तुम देश विदेश में उच्च शिक्षित व्यक्ति के रूप में പെഹചാനെ ജാവോ. അതായത് അവർക്ക് അത്രയും ഇഷ്ടമായപ്പോൾ അവരെന്താ പറഞ്ഞത്, എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നീ ഹൈലി ക്വാളിഫൈഡ് ദേശ് വിദേശ് ഇവിടെ മാത്രമല്ല ഇന്ത്യൻ ഇൻ്റർനാഷണലൊക്കെ ആകുമ്പോഴേക്കും അതായത് ലോകം മുഴുവൻ അറിയണ ഒരാൾ അല്ലെങ്കിൽ ഉच्च ശിക്ഷിത് വ്യക്തി ഹൈലി ക്വാളിഫൈഡ് പേഴ്സൺ ആയിട്ടാണ് വളരേണ്ടതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. द्वितीय विश्व युद्ध समाप्त हो चुका था. सेकेंड वर्ल्ड वॉर കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. भारत की आज़ादी भी दूर अब बहुत दूर नहीं थी. ഇന്ത്യൻ ഇൻഡിപെൻഡൻസും വരാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയായിരുന്നു. मैंने 5वीं कक्षा उत्तीर्ण कर ली थी. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ 5ാം ക്ലാസ്സും പാസ്സായിട്ടുണ്ടായിരുന്നു. आगे की पढ़ाई के लिए രാമേശ്വരം സെ ബാഹർ ജാന ആവശ്യക് था. അപ്പോൾ ഇനിയും മുംബൈക്ക് പഠിക്കണമെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിന്നും പുറത്ത് അതായത് രാമേശ്വരത്ത് നിന്ന് പുറത്ത് പോകാനുള്ളതായിരുന്നു ഒരു ആവശ്യമുള്ള കാര്യമായിരുന്നു. मैंने पिताजी से जिला मुख्यालय रामनाथपुरम जाकर पढ़ाई करने की अनुमति मांगी. ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് ജില്ലാ മുഖ്യാലയം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് രാംനാഥ്പുരത്തിൽ പോയിട്ട് പഠിക്കാനുള്ള അനുവാദം വാങ്ങിച്ചു. पिताजी हम चारों भाइयों को मस्जिद ले गए. ഞങ്ങളെ നാല് ബ്രദേഴ്സായിരുന്നു. ഞങ്ങളെ അച്ഛൻ മസ്ജിദിലേക്ക് കൊണ്ടുപോയി. വഹാ പവിത്ര ഖുറാൻ സെ അൽ ഫതീഹ പഠിക്കർ പ്രാർത്ഥന കി. ഖുറാൻ്റെ ഒരു ചാപ്റ്റർ അൽ ഫതീഹ അവിടെ ഇരുന്ന് വായിച്ചു. फिर पिताजी मुझे रामेश्वरम स्टेशन तक छोड़ने आए और कहा मेरे बच्चे ഈശ്വർ तुम्हें खुश रखे. അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എന്നെ അനുഗ്രഹിച്ചു. രാംനാഥ്പുരം में अयादुरई सोलोमन गुरुजी ने मेरे आदर्श बने. അവിടെ അദ്ദേഹമായിരുന്നു എൻ്റെ ഗുരു സമാൻ. उन्होंने मुझे सिखाया कि मैं जो कुछ भी चाहता हूँ निश्चित रूप में उसे पा सकूँगा. എന്താണ് ആഗ്രഹിക്കുന്നത് അത് നമ്മൾക്ക് നേടാൻ പറ്റുമെന്നാണ് ആ ഗുരു പഠിപ്പിച്ചത് തന്നെ. बचपन से ही मुझे आकाश अपनी ओर आकर्षित करता था. പണ്ട് മുതലേ എനിക്ക് ആകാശത്തോട് ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു. सारस को समुद्र के ऊपर मंडराते और अन्य पक्षियों को ऊंची उड़ानें भरते देखकर मैं सोचता था कि ये उतना ऊंचा उड़ कैसे लेते हैं. സാരസ് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷി, ക്രെയിൻ, കൊക്ക് എന്നൊക്കെ പറയുമല്ലോ. അത് സമുദ്രത്തിൻ്റെ മേലെ ഇങ്ങനെ പറക്കണത് കണ്ടിട്ടുണ്ടല്ലോ. അത് കാണുമ്പോഴും വലിയ വലിയ പക്ഷികളൊക്കെ ഈ ആകാശത്ത് പറക്കുമ്പോഴും ഇയാൾ അതായത് APJ അബ്ദുൽ കലാം വിചാരിക്കും ഇവരൊക്കെ എങ്ങനെയാണ് ഈ മുകളിൽ വരെ ഇത്രയും മുകളിൽ വരെ അവർക്ക് എങ്ങനെ പറക്കാൻ സാധിക്കും. मैंने निश्चय किया कि एक दिन मैं भी आकाश में ऐसी ही उड़ाने भरूंगा. ഞാനും നിശ്ചയിച്ചു എനിക്കിങ്ങനെ ആകാശത്തിലേക്ക് ഇങ്ങനെ സ്കൈ ഫ്ലയർ ഒക്കെ ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. कुछ साल बाद आकाश में उड़ान भरने वाला मैं रामेश्वरम का पहला बालक निकला. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനായിരുന്നു ആദ്യത്തെ സ്കൈ ഫ്ലയർ. यह आयादुरई सोलोमन गुरुजी की प्रेरणा का ही परिणाम था. അവരുടെ ഒരു ഗൈഡൻസിൻ്റെ റിസൾട്ട് തന്നെയായിരുന്നു ഇത്. വെ സച്ച്മുച്ച് एक महान शिक्षक थे. ശരിക്കും അതൊരു വലിയൊരു ടീച്ചർ തന്നെ ആയിരുന്നു. वे सभी छात्रों के उनके भीतर छिपी शक्ति और योग्यता का आभास करवाते थे. അവർ എല്ലാ കുട്ടികളുടെയും ഉള്ളിലുള്ള എന്താ പറയുക ഹിഡൻ ശക്തി ഉണ്ടല്ലോ, ഹിഡൻ ടാലൻറ്റ്, പിന്നെ യോഗ്യത പറയുമ്പോൾ ഇവിടെ കഴിവ്, ആ ഒരു ടാലൻറ്റ് ആ ഒരു കഴിവൊക്കെ അവർ അതായത് സ്വന്തമായിട്ട് പുറത്തെടുപ്പിക്കും. പിന്നെ അതിലൊരു മതിപ്പ്, അതായത് എനിക്ക് ഇങ്ങനത്തെ ഒരു ടാലൻറ്റ് ഉണ്ട് എന്നുള്ളൊരു ആ ഒരു എന്താ പറയുക കൊണ്ടുവരും എന്നാണ് ടീച്ചർ പറയണത്. ആ ടീച്ചർ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണത്. എന്നെക്കൊണ്ട് പറ്റും അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ടാലൻറ്റ് ഉണ്ട് എന്നൊക്കെ ആ ടീച്ചർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. രാംനാഥ്പുരം മേ മുझे घर की बहुत याद आती थी. പക്ഷെ രാമനാഥ്പുരത്തിൽ എനിക്ക് വീട്ടിലത്തെ വീടിനെ ഭയങ്കരമായിട്ട് ഓർമ്മ വരും. मैं घर जाने के अवसर तलाशता रहता था. ഈ വീട്ടിൽ പോകാനുള്ള എന്താ പറയുക എപ്പോഴും സിറ്റുവേഷനൊക്കെ ഞാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. यहाँ पढ़ाई के अच्छे अवसर तो थे पर मैं अपनी माँ की बनाई दक्षिण भारतीय मिठाई पोली को नहीं भुला
पाता था. ഇവിടെ എന്താ സിറ്റുവേഷൻ അല്ലെങ്കിൽ ചാലഞ്ച് ഓപ്പർച്യൂണിറ്റീസ്, അവസർ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ അമ്മ ഉണ്ടാക്കണ സൗത്ത് ഇന്ത്യൻ ഡിഷായ സ്വീറ്റായ പോലി എനിക്ക് മറക്കാനേ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. मेरी माँ പോലി की 12 तरह से മിഠായിയാ ബനാ ലേത്തി थी. എൻ്റെ അമ്മ പോലിയുടെ തന്നെ 12 തരമുള്ള സ്വീറ്റ്സ് ഉണ്ടാക്കുമായിരുന്നു. और हर किस्म की मिठाई की अपनी अलग अलग सुगंध और स्वाद था. ഓരോ പോലിക്കും ഓരോ എന്താ പറയുക ടേസ്റ്റും മണം ഉണ്ടായിരുന്നു. घर की बहुत याद आने पर भी मैं अपने नए माहौल में रहकर पिताजी का सपना साकार करना चाहता था. വീട്ടിലത്തെ ഓർമ്മ വന്നു, പക്ഷേ ഞാൻ എൻ്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഞാൻ കളയാണ്ട് അവിടെ തന്നെ ഇരുന്ന് കൂടുതൽ പഠിക്കാനും എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സഫലീകരിക്കാനും ശ്രമിച്ചു. मैं जानता था कि मेरी सफलता से पूरे परिवार की समृद्धി जुड़ी है. എനിക്കറിയായിരുന്നു ഞാൻ സക്സസ് ആയാൽ തന്നെ എൻ്റെ കുടുംബത്തിനും അതൊരു സമൃദ്ധിയായിരിക്കും, അതൊരു വെൽഫെയർ ആയിരിക്കും, പ്രോസ്പെരിറ്റി ആയിരിക്കും. मैंने अपना लक्ष्य पाने के लिए कठोर परिश्रम किया. ഞാൻ എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പരിശ്രമിച്ചിട്ടുണ്ട്, ഹാർഡ് വർക്ക് നല്ലോണം ചെയ്തിട്ടുണ്ട്. मैं रामेश्वरम नहीं लौटा बल्कि अपने घर से दूर और चलता गया. ഞാൻ രാമേശ്വരത്ത് തിരിച്ചു പോയില്ല, പക്ഷേ ഇനിയും ദൂരെ പോയിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.